ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ അവിടെ പൂരത്തിൻ്റെ കാലം തുടങ്ങുകയാണ് കേട്ടോ. കാരണം ഇനി അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് പൂരങ്ങൾ വരാനുണ്ട് നമ്മുടെ അവിടെ. അപ്പോൾ അത് കാരണം പൂരത്തിന് പോകാൻ വേണ്ടി തന്നെ ഏട്ടൻ നേരത്തെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ. സാമ്പാറും രസവും ഓലനും ക്യാബേജ് ഉപ്പേരിയും അവിയലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പായസമായിട്ട് ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു. ഞങ്ങൾ വെച്ചതല്ല, അച്ഛന് കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് അധികാരം കൊണ്ട് ഇന്ന് ഫുഡ് വയ്ക്കുന്ന പരിപാടി ഞങ്ങൾ ലാഭമായി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊക്കെ നിങ്ങൾ നന്നായി തട്ടി വിട്ടിട്ട് നേരെ പൂരത്തിന് പോയിട്ടോ. അപ്പോൾ ആദ്യം റോട്ടിലുള്ളതാണ് കണ്ടത്. അപ്പോൾ റോട്ടിൽ നല്ല മേളവും അതേപോലെ തന്നെ 3 ആനയായിട്ടുള്ള പൂരും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ റോട്ടിൽ തന്നെ നമുക്ക് കരിങ്കാളിയുടെ കൂട്ടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ എത്തിയപ്പോൾ അവിടെയും ആനപ്പൂരും അതേപോലെ തന്നെ മേളമാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചു. എന്ത് രസമുള്ള ബൊമ്മക്കുട്ടികളായിരുന്നു എന്നറിയാം. അപ്പുക്കുട്ടൻ്റെ കണ്ണപ്പെടാണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് അവിടുന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും മേളം തന്നെ. ഞങ്ങൾ കുറേ നേരം മേളം അങ്ങനെ കണ്ടിട്ട് നിന്നു കേട്ടോ. കാരണം ഇത് എനിക്ക് പഞ്ചവാദ്യത്തിനെക്കാട്ടിലും കൂടുതൽ ഈ മേളം കാണാൻ നല്ല ഇഷ്ടമാണ്. രസമുള്ള പരിപാടിയല്ലേ. അത് കഴിഞ്ഞപ്പോൾ പന്തലിലും ഉണ്ടായിരുന്നു കേട്ടോ മേളം. അപ്പോൾ പന്തലിൽ 3 ആനയൊക്കെ വെച്ചിട്ടുള്ള മേളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്നു. അപ്പൂനാണെന്നുണ്ടെങ്കിൽ ഈ ചെണ്ടകൂട്ടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അവനെയും വെച്ച് പൂരത്തിന് പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നല്ല കുട്ടിയായിട്ടിരുന്നോളൂ. പിന്നെ കുറേ പരിപാടികളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടകളിലൊക്കെ അതും ഇതൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് നടന്നു. അമ്പലമൊക്കെ നല്ല രസത്തിൽ ലൈറ്റിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ലൈറ്റിങ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ അങ്ങോട്ട് അവിടെ നല്ലൊരു വെടിക്കെട്ടായിരുന്നു. വെടിക്കെട്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് അതിൻ്റെ മിന്നൽ മാത്രം കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. കാരണം ഇപ്രാവശ്യത്തെ വെടിക്കെട്ടിനെ അവിടെ പോയി നിന്ന് കാണാൻ പറ്റിയൊരു അവസ്ഥയിലല്ലല്ലോ ഞാനിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ആ വെടിക്കെട്ടോട് കൂടിയിട്ട് ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞേക്കാണ്. ഇനി അടുത്ത പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ പൂരവിശേഷങ്ങൾ കേട്ടോ.